4-ാം തീയതി. ഇതാ നിന്നെ വഴിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനുമായി ഞാൻ എൻ്റെ ദൂതനെ നിന്റെ മുൻപാകെ അയക്കുന്നു. പുറപ്പാട് 23:20. ധ്യാനം. മിശിഹ മനുഷ്യർക്ക് വേണ്ടി പാടുപെട്ട് മരിച്ചു. അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവും ലോകത്തിൻ്റെ രക്ഷയുമായിരിക്കയാൽ സകലരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ സമസ്ത വസ്തുക്കളുടെയും സൃഷ്ടിതാവും രക്ഷിതാവും പരിപൂർണ ആരാധനയ്ക്ക് പാത്രമായ കർത്താവും സർവ്വലോകത്തിൻ്റെ ന്യായാധിപനുമായ അങ്ങ് മനുഷ്യരക്ഷയുടെ കാര്യത്തിൽ നിവർത്തിക്കുന്നതിൽ തൻ്റെ മാലാഖമാരെ ഒരു കരുപോലെ ഉപയോഗിക്കുന്നു. ദൈവവചനം നശിച്ചുപോയ മനുഷ്യവർഗത്തെ വീണ്ടുകൊള്ളുവാനായി കന്യകയുടെ ഉദരത്തിൽ മാംസമായതും തന്നെത്താൻ താഴ്ത്തിയതും കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയതും ഇപ്രകാരമുള്ള പരമ രഹസ്യങ്ങളൊക്കെയും നിറവേറ്റിയതും കണ്ടുകൊണ്ട് നിന്ന മാലാഖമാർ നമ്മുടെ നിത്യരക്ഷയുടെ കാര്യത്തിൽ എത്ര നന്മനസ്സോടും താല്പര്യത്തോടും കൂടെ തങ്ങളുടെ ജോലിയെ നിറവേറ്റും. മനുഷ്യരക്ഷയെ സർവേശ്വരൻ എത്ര കാര്യമായിട്ടാണ് വിചാരിക്കുകയും അതിനുവേണ്ടി അടിമയുടെ വേഷം ധരിച്ച് തന്നെത്താൻ ഇല്ലായ്മ ചെയ്യുകയും സമസ്ത പീഡകളും വേദനകളും സഹിക്കുകയും മനുഷ്യൻ്റെ നിത്യശിക്ഷാവിധിയെ മാറ്റുന്നതിനായി തൻ്റെ തിരുരക്തമെല്ലാം ചിന്തുകയും കടശി കുരിശിൻ്റെ ബലിപീഠത്തിന്മേൽ എത്രയും വ്യസനകരമായ മരണത്താൽ വരപ്രസാദ സമ്പൂർണമായൊരു ജീവനെ മനുഷ്യന് നൽകുകയും ചെയ്തു എന്നീ സത്യങ്ങളൊക്കെയും അറിഞ്ഞിരിക്കുന്ന മാലാഖമാർ അവനെ അനന്തഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ എത്രയോ ശുഷ്കാന്തിയും താല്പര്യവുമുള്ളവരായിരിക്കും. ആ ക്രിസ്ത്യാനിയായ കൂടെപ്പിറപ്പേ, നിന്റെ ഭാഗ്യം എത്ര വലുതായിരിക്കുന്നു! എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രനായ മിശിഹ നിന്നെ പ്രതി ലോകത്തിൽ എഴുന്നള്ളി വന്നതിൻ്റെ ശേഷം നിന്നെ കാത്തുകൊള്ളുന്നതിൽ പൂർവാധികം ഉത്സാഹവും തീക്ഷ്ണതയും മാലാഖയ്ക്കുണ്ടായിരുന്നു. ആ സഹോദര, നിന്റെ ആത്മാവിൻ്റെ സ്ഥിതി എത്രയോ ഉന്നതമാണെന്നും സർവേശ്വരൻ നിന്റെ ആത്മാവിനെ എത്ര സാരമായി മതിക്കുന്നു എന്നും നീ ചിന്തിച്ചുകൊള്ളുക. എന്തെന്നാൽ നിന്റെ ജനനം മുതൽ നിന്നെ കാത്തു രക്ഷിക്കുന്നതിലേക്കായി ഒരു സ്വർഗീയ ദൈവദൂതനെ നിയമിച്ചിരിക്കുന്നു. ഈ ദൈവദൂതനാകട്ടെ നിന്റെ കാര്യം എത്രയും സാരമായി കരുതി അതിനുവേണ്ടി അത്യുത്സാഹം ചെയ്യുകയും നിന്റെ ഗുണാഭിവൃദ്ധിക്കായി ഒരു ക്ഷണനേരമെങ്കിലും മെനക്കെടാതെ അധ്വാനിക്കുകയും ചെയ്യുന്നു. അരിഷ്ടതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നീ കഴിക്കുന്ന അപകടമുള്ള വഴിയിൽ നിന്റെ മുൻപാകെ മാലാഖമാർ നടക്കുന്നു. മോക്ഷത്തിലേക്ക് പോകുന്ന ഇടയ്ക്കുള്ള വഴിയിൽ നിനക്ക് നേരിടുന്ന അനവധി ആപത്തുകളിൽ നിന്ന് നിന്നെ കാത്തുരക്ഷിക്കുകയും ലോകാരംഭം മുതൽ നിനക്കായി ഒരുക്കപ്പെട്ടതും യേശുമിശിഹ എത്രയും മാണിക്യമായ അങ്ങേ തിരുരക്തത്തിൻ്റെ വില കൊണ്ട് സമ്പാദിച്ചതുമായ ആ ഭാഗ്യപ്പെട്ട രാജ്യത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇന്നാൾ വരെയും നിന്റെ ആത്മാവിൻ്റെ മഹത്വത്തെ നീ എങ്ങനെയാണ് വിലമതിച്ചു പോന്നത്? നിന്റെ ദുരാശാപാശങ്ങൾ നിമിത്തം ആത്മാവിന് കേട് വരുത്താതിരിക്കേണ്ടതിലേക്ക് അവയെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി നിർത്തുവാൻ എപ്രകാരമുള്ള ശ്രമമാണ് നീ ചെയ്തിട്ടുള്ളത്? നിന്റെ തർക്കദോഷങ്ങളെ നിർമൂലമാക്കുവാൻ എന്തുപായമാണ് നീ പ്രയോഗിച്ചത്? നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ കഴിച്ച ബുദ്ധിമുട്ടെന്താണ്? ദൈവേഷ്ടപ്രസാദത്തെ നഷ്ടമാക്കാതിരിക്കാനോ അഥവാ നഷ്ടമായി പോയതിനെ വീണ്ടും പ്രാപിപ്പാനോ നീ വല്ലതും പരിശ്രമിച്ചോ? നിന്റെ മാലാഖയുടെ ഗുണദോഷം എങ്ങനെ നീ അനുസരിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം നീ എന്തുത്തരം പറയും? നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ, അതായത് നിന്റെ പരിശ്രമം കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല എന്ന് മാർ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് നീ മറന്നുപോകരുതേ. ദൃഷ്ടാന്തം. തങ്ങളുടെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ കാര്യത്തിൽ മാലാഖമാർ എത്രമാത്രം ഉത്സാഹം കണ്ടെത്തുന്നുണ്ട് എന്ന് താഴെ പറയുന്ന സംഭവത്തിൽ നിന്ന് വിശദമാകാവുന്നതാണ്. ഉർബാനോസ് എന്നു പേരുള്ള ഒരു ബാലനുണ്ടായിരുന്നു. അവൻ ചെറുപ്രായം മുതൽക്കേ ദുർഗുണങ്ങളിൽ മുഴുകി ഓരോ വക കഷ്ടപ്പെട്ട പാപങ്ങളെ ചെയ്തു എന്നല്ലാതെ അവൻ്റെ മോശജീവിതത്തെ മാറ്റുന്നതിന് ഒരു വിചാരം പോലുമില്ലായിരുന്നു. എങ്കിലും അവൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് തൻ്റെ കാവൽ മാലാഖയ്ക്ക് എത്ര വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് മാലാഖ തന്നെ അവനെ അറിയിച്ചു കൊടുത്തു. ചിലപ്പോൾ മാലാഖ ജ്ഞാന തോന്നിപ്പുകൾ മൂലവും ചിലപ്പോൾ മനസാക്ഷിക്കടി കൊണ്ടും അവൻ്റെ ആത്മത്തിൻ്റെ നിർഭാഗ്യസ്ഥിതിയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പ്രയാസപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊക്കെയും കൊണ്ടും അവൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി വല്ലപ്പോഴും വല്ല ഒരു വിചാരം വന്നിരുന്നു എന്നല്ലാതെ അവനിൽ വലിയ പകർച്ചയൊന്നും ഉണ്ടായില്ല. എങ്കിലും മാലാഖ അധൈര്യപ്പെടാതെ അവനെ സന്മാർഗത്തിലേക്ക് തിരിക്കുന്നതിന് വീണ്ടും വീണ്ടും ശ്രമിച്ചു. അതിനാൽ ഉർബാനോസിൻ്റെ മനസ്സാക്ഷിയിൽ വലിയ കലക്കങ്ങളുണ്ടാവുകയും
തന്നിമിത്തം ജീവിതത്തെ മാറ്റുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു. അതിനാൽ അയ്യോ ദൗർഭാഗ്യം! പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നതിനും മനസ്താപപ്പെടുന്നതിനും തപസ്സു ചെയ്യുന്നതിനും എല്ലാം അവന് ഭയങ്കരമായിട്ടാണ് തോന്നിയിരുന്നത്. പഴയ തഴക്കങ്ങളും ലോകമായങ്ങളും അവനെ തട്ടിയെടുക്കുന്നതിന് ഇടപെടാതെ യത്നിച്ചു. എങ്കിലും ആ പാപിയുടെ ഹൃദയ കാഠിന്യത്തെ എങ്ങനെയെങ്കിലും ജയിക്കുന്നതിന് മാലാഖയെ നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ അവനെ അരൂബയിൽ ബത്ലഹേം ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ താഴെ പറയും പ്രകാരം ഒരു മനോഹരമായ കാഴ്ച അവന് കാണിച്ചു കൊടുത്തു. ഉണ്ണിമിശിഹ ഒരു പുൽക്കൂട്ടിൽ കിടക്കുന്നതായും സൗന്ദര്യവതികളായ 2 കന്യകകൾ അങ്ങേ തിരുമുൻപിൽ വളരെ പ്രഭയോടും മഹിമയോടും കൂടി നിൽക്കുന്നതായും കണ്ടു. ഈ കന്യകകളിൽ ഒരാൾ പരിശുദ്ധ കന്യകാസ്ത്രീ മറിയമായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച ദൈവകൃപയുടെ അടയാളമായി കയ്യിലൊരു പച്ച സൈത്തുകൊമ്പ് പിടിച്ചിരുന്ന മറ്റേ കന്യക ആ പാപിയായ ബാലൻ്റെ നേരെ തിരിഞ്ഞു. വളരെ സ്നേഹമാധുര്യത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ഉർബാനുസേ, ഉണ്ണിയായി പിറന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ മനോവിശ്വാസത്തോടു കൂടെ അണഞ്ഞുകൊള്ളുക. അങ്ങ് നിന്നെ നിസ്സാരമായി തള്ളിക്കളയുകയില്ല. വളരെ ദയയോടെ നിന്നെ കൈക്കൊണ്ട് നിന്റെ വരപ്രസാദങ്ങൾ നിന്റെ മേൽ നൽകിയേരുളും. നിന്റെ പാപങ്ങൾ മുഖാന്തരം പുൽക്കൂട്ടിൽ കിടന്ന് കരയുകയും പ്രലപിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പക്കൽ അടുത്ത് ചെല്ലുന്നതിന് നീ ഭയപ്പെടേണ്ട. അവിടുന്ന് കരയുന്നത് താൻ കിടക്കുന്ന വൈക്കോലിൻ്റെ കടുപ്പം കൊണ്ടല്ല, പിന്നെയോ നിന്റെ പാപങ്ങൾ മുഖാന്തരമാണ്. ആകാശത്ത് നിന്ന് അങ്ങ് എഴുന്നള്ളിയത് നിന്നെ അന്വേഷിപ്പാൻ വേണ്ടിയത്രേ, നിന്നെ വിധിപ്പാനല്ല, പിന്നെയോ നിന്നെ രക്ഷിപ്പാനത്രേ. നിന്റെ കെട്ടുകൾ മുറിക്കുന്നതിനല്ല, പിന്നെയോ അഴിക്കുന്നതിന് വേണ്ടിയത്രേ. പക്ഷേ അങ്ങ് ദൈവമാകുന്നത് കൊണ്ടായിരിക്കാം അങ്ങയോട് അടുക്കുന്നതിന് നീ ഭയപ്പെടുന്നത് എന്തിന്? അങ്ങ് ദൈവം തന്നെ എങ്കിലും ഉണ്ണിയുമാണ്. അങ്ങ് മഹിമയോടു കൂടിയ ആളാണെങ്കിലും കണ്ണുനീരോട് കൂടിയ ആളുമാണ്. ഇത്ര വളരെ കരുണയുള്ള ന്യായങ്ങളെല്ലാം കേട്ടിട്ടും ഉർബാനോസ് അത്യന്തം സന്തോഷിച്ച് ധൈര്യം കൊണ്ട് മനോഹരനായ ആ ദിവ്യ ഉണ്ണിയുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ ദിവ്യ ഉണ്ണി കാണാതെ പോയ തൻ്റെ ആട്ടിൻകുട്ടിയെ കാവൽ മാലാഖ കൊണ്ടുവന്ന് തൻ്റെ പുൽത്തൊട്ടിൽ അടുത്ത് നിർത്തിയിരിക്കുന്നത് കണ്ട് അത്യന്തം പ്രസാദിച്ച് അവൻ്റെ മേൽ സ്നേഹവാത്സല്യവും കരുണയും കാണിച്ചു. പ്രതാപമേറിയ അങ്ങേ തൃക്കണ്ണുകളുടെ കൃപാകടാക്ഷത്താൽ ആ പാപിയുടെ ഹൃദയത്തെ അശേഷം ഇളക്കുകയും തൻ്റെ കണ്ണുനീരുകളാൽ അവൻ്റെ മനസ്സിനെ അലിയിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഉർബാനോസ് വലിയ എളിമയോടും മനസ്താപത്തോടും കൂടെ ഇത്ര അനുഗ്രഹം നിറഞ്ഞ തൻ്റെ ഇടയൻ്റെ തൃപ്പാദത്തെങ്കിൽ സാഷ്ടാംഗം വീണ് കണ്ണുനീർ ചിന്തി അങ്ങേ തൃപ്പാദങ്ങളും തൃക്കൈകളും തിരുവിലാവും കൂടെ കൂടെ മുത്തി നിന്നു. ഏറ്റവും തീക്ഷ്ണമായ ദിവ്യ സ്നേഹത്തോടുകൂടിയ ഈ മുത്തലുകളുടെ ഇടയിൽ അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചിരുന്ന സ്നേഹാധിക്യം അടക്കുവാൻ കഴിയാതെ ദിവ്യ ഉണ്ണിയുടെ തൃക്കൈകളിൽ തൻ്റെ നിർമ്മല ആത്മാവിനെ കൈയാളിച്ച് ഭാഗ്യമരണം പ്രാപിച്ചു. ഇപ്രകാരം ഉർബാനോസ് മോക്ഷമഹിമ പ്രാപ്തിക്ക് യോഗ്യനായി തീരത്തക്കവണ്ണം തൻ്റെ ബുദ്ധിമുട്ടുകൾ ഫലസിദ്ധിയുള്ളതാക്കിയതിനെക്കുറിച്ച് കാവൽ മാലാഖ അത്യന്തം സന്തോഷിച്ചു. ആ ഭാഗ്യപ്പെട്ട ആത്മത്തെ മോക്ഷരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ജപം. നിത്യരക്ഷയുടെ കാര്യത്തിൽ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള മടി, ഉപേക്ഷകളെ പറ്റി രാപ്പകൽ കരഞ്ഞ് പ്രലപിക്കുന്നതിന് കണ്ണുനീരുകളുടെ ഉറവയെ ആര് എനിക്ക് തരും? ഇതിനു മുൻപ് എനിക്ക് മരണം വന്നിരുന്നുവെങ്കിൽ അയ്യോ, ഞാൻ നിർഭാഗ്യവാനായി തീരുമായിരുന്നു. എൻ്റെ പരിശുദ്ധ കാവൽമാലാഖിയെ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിൽ നീ എല്ലായ്പ്പോഴും കാണിച്ചിട്ടുള്ള താല്പര്യത്തെപ്പറ്റി നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാനോ എന്നാൽ എൻ്റെ ആത്മരക്ഷയുടെ കാര്യത്തിൽ കേവലം അമാന്തക്കാരനായിട്ടത്രേ ഇത്ര നാൾ ജീവിച്ചത്. ഇപ്പോൾ എൻ്റെ കുറ്റകരമായ അറിവില്ലായ്മ എന്ന മടി എന്നിൽ നിന്ന് അങ്ങൊന്ന് നീക്കിക്കളയുകയാകയാൽ അത് എൻ്റെ നേരെയുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിൻ്റെ അടയാളമായി ഞാൻ കരുതും. ഞാൻ ഇനി ഒരു നല്ല ജീവിതം കഴിക്കുന്നതിനും എൻ്റെ ആത്മകാര്യത്തെ സാരമായി വിചാരിക്കുന്നതിനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങ് തുടങ്ങിയ വേലയെ നിറവേറ്റിക്കൊള്ളണമേ. അങ്ങേ സഹായത്താൽ എൻ്റെ ഹൃദയം കുറ്റകരമായ പക്ഷങ്ങളൊക്കെയിൽ നിന്നും ക്രമക്കേടായ ആശകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കട്ടെ. ഇപ്രകാരം എൻ്റെ ആത്മാവ് എല്ലാ അശുദ്ധതയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ എല്ലായ്പ്പോഴും സ്നേഹിച്ച് അവസാന പര്യന്തം ഇഷ്ടവരപ്രസാദത്തിൽ നിലനിൽക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴെന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴെന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത് ജപം. എൻ്റെ സ്നേഹ കാവൽമാലാഖിയെ, ഇന്നേ ദിവസം പാപങ്ങളൊക്കെയിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. എൻ്റെ സ്നേഹ കാവൽമാലാഖിയെ, ഇന്നേ ദിവസം പാപങ്ങളൊക്കെയിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. എൻ്റെ സ്നേഹ കാവൽമാലാഖയെ, ഇന്നേ ദിവസം പാപങ്ങളൊക്കെയിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. സൽക്രിയ. അത്ര പ്രിയമുള്ള ഒരു കാവൽക്കാരനെ നിനക്ക് നൽകിയതിന് സ്തോത്രമായി പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിസിത്ത കഴിക്കുക. ആമേൻ.